റാന്നി വടശ്ശേരിക്കര റോഡ് മുങ്ങിപ്പോയി എന്നും റാണി ടൗണിലെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മേഖലയിൽ ആകെ വൈദ്യുതി വിച്ഛേദിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നു മുട്ടോളം വെള്ളത്തിലാണ്, അതിന് മുകളിൽ വെള്ളത്തിലാണ് ഇപ്പോൾ ഗോകുൽ നിൽക്കുന്നത്. എന്തായാലും അതീവ ജാഗരൂകനായി തന്നെ അവിടെ തുടരുക. നമുക്കറിയേണ്ടത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഗോകുൽ, റാന്നിയാണ് ഏറ്റവും കൂടുതൽ ഈ മഴ ദുരിതം ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നിലവിലെ അവസ്ഥ? പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. പമ്പാ നദി അടക്കം കരകവിഞ്ഞൊഴുകുകയാണ്. എത്രത്തോളം ആശങ്കാജനകമാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുറത്തുവരുന്ന മഴ സാഹചര്യം ഗോകുൽ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ് ഏറ്റവും കൂടുതൽ ഈ മഴ മൂലം നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് റാന്നി MLA പഴകുളം മധുവിൻ്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിലവിൽ ഭീതി ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പെയ്ത്തുവെള്ളം ഇനിയും വരികയാണെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ വീണ്ടും ആശങ്ക അതേപോലെ നിലനിൽക്കുമെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എന്തായാലും ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ സ്കൂബ ടീമിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് റാന്നിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് റാന്നി MLA തന്നെ അറിയിച്ചിരിക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പര്യാപ്തമായിട്ടുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങളില്ലായിരുന്നു. ഒരു ബോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ ബോട്ടുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് 2 ബോട്ടുകൾ കൂടി വരും. അതോടൊപ്പം തന്നെ ഈ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നിന്നും കുട്ടവഞ്ചികൾ കൂടി എത്തിക്കും. അങ്ങനെയാണെങ്കിൽ ചെറിയ ഇടങ്ങളിലൊക്കെ പോയി കുട്ടവഞ്ചികളിൽ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് MLA തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ കൂടി എത്തിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് രക്ഷാപ്രവർത്തനം റാന്നിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റാന്നി MLA തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നു, കൃത്യമായിട്ട് ഒറ്റ മഴ പെയ്താൽ റാന്നി ഈ രീതിയിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, മണ്ണെടുപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അത് അടിയന്തരമായിട്ട് നിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി അടിയന്തര ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യവും റാന്നി MLA പഴകുളം മധു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇവിടെയുള്ള ഈ റാന്നി അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ നിൽക്കുന്ന വെള്ളം അതിനി ഒലിച്ച് ചെല്ലേണ്ടത് പമ്പാ നദി ഉൾപ്പെടെയുള്ള പ്രധാന നദികളിലേക്കാണ്. ആ നദികളിൽ കൂടി ഒഴുകി അത് ആറന്മുള പോലെയുള്ള പ്രധാന മേഖലകളിൽ വലിയ വെള്ളക്കെട്ട് വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾക്ക് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. ആറന്മുളയിൽ എന്തായാലും ഇപ്പോൾ സത്രക്കടവ് പോലെയുള്ള ഭാഗത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പമ്പാ നദിയിൽ പള്ളിയോടങ്ങൾ ഇറങ്ങാൻ പൂർണ്ണമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പള്ളിയോടങ്ങൾ പമ്പയിൽ ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വള്ളസദ്യ ചടങ്ങ് മാത്രമായിട്ട് നടത്തുമെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ നമ്മളോട് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ 2 ഉരുൾപൊട്ടലുകളാണ് പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കളക്ടർ തന്നെ അത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒന്ന് കോന്നി മേഖലയിലും ഒന്ന് ചിറ്റാർ മേഖലയിലുമാണ് 2 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരിക്കുന്നത്. രണ്ടും ഉൾവനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ജനവാസ മേഖലകളിലേക്ക് കല്ലും മണ്ണും ഒക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അതിനുമൂലം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ തഹസീൽദാർ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നുണ്ട്. അവരെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞു തലയോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പലരും ആ ദൃശ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡിങ്കി ബോട്ടുകളിലൊക്കെ ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, പത്തനംതിട്ടയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ. എന്തായാലും ഇപ്പോൾ എങ്ങനെയാണ് ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുന്നത്? ഡിങ്കി ബോട്ടുകളടക്കം എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഗോകുൽ? ഒരു ബോട്ടും ഒരു വള്ളവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൂടുതൽ ബോട്ടുകൾ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 ബോട്ടുകൾ കൂടി കൊല്ലത്ത് നിന്നും എത്തിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടവഞ്ചികൾ കൂടി എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ കൂടുതൽ ആളുകളെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആളുകൾ കൂടി ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നത്. ജനപ്രതിനിധികളിൽ നിന്ന് തന്നെ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അവരെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ബോട്ടുകളിലൊക്കെ പോയി ഈ കുട്ടവഞ്ചികളിലൊക്കെ പോയി അവരെ രക്ഷിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ജനപ്രതിനിധികളടക്കം പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകളെ ഈ കരപ്രദേശത്തേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കരെ നിന്നും വന്നിട്ടുള്ള നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ആ ചേട്ടൻ്റെ ഒരു പ്രതികരണം നമുക്ക് തേടാവുന്നതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് അക്കരെ സ്ഥിതി? എങ്ങനെയാണ്? ഫുള്ള് വെള്ളമോ? ഇതുപോലെ വെള്ളം അങ്ങോട്ട്
അങ്ങോട്ട് അതിൽ കൂടുതലുള്ളോ ഇട്ടിപ്പുറ സ്റ്റാൻഡിലും വെള്ളമോ കഴുത്തറ്റം വെള്ളം ഉണ്ടല്ലേ അങ്ങോട്ട് കഴുത്തറ്റം വെള്ളം. ചേട്ടൻ നീന്തിയാ വരുന്നത് കണ്ടത്? ഞാൻ നീന്തിയാ വന്നേ. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? എങ്ങനെ? അല്ല നമ്മുടെ വീടല്ലേ, മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അവിടെ, കട. അവിടെ എല്ലാം വേണം മാറ്റാൻ പോയത്. അതിനകത്തെല്ലാം പൂർണ്ണമായിട്ട് വെള്ളം കയറി. അതിൻ്റെ അകത്തെല്ലാം വെള്ളം, അത് ഇത്രയും വെള്ളത്തിൽ കിടക്കുമോ? സാധനങ്ങളെല്ലാം നശിച്ചു പോയി. കുറച്ച് കയറ്റി ബാക്കിയെല്ലാം പോയി. നിങ്ങൾ എപ്പോഴാണ് വന്ന് ഇത് മാറ്റാൻ തുടങ്ങിയത്? രാവിലെയാണോ? നമ്മൾ രാവിലെ 5 മണിയായപ്പോഴാണ് അറിഞ്ഞ്. പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ട് വന്നപ്പോൾ എല്ലായിടും വെള്ളമോ. അവിടുന്ന് വരാൻ പറ്റത്തില്ല, ഞങ്ങളുടെ വീട് വഴക്കൊന്ന് കുഴഞ്ഞ് കാട്ടൂർപ്പെട്ട് അവിടുന്ന് വരാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ വന്ന് നീന്തിപ്പോയി, കയറ്റാവുന്നത്രയും കയറ്റി. കൂടുതൽ ആളുകളൊക്കെ ഉണ്ടോ അവിടെ ഈ പ്രദേശത്ത്? ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ സൈഡിലും കടകളും ഒക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരെ ഇവർ കയറ്റുന്നുണ്ട്. മാറുടെ ഇത് ശരിയായിട്ട് ഓടുന്നില്ല. ബോട്ട് വോട്ട് കുറച്ച് പേരെ കയറ്റാൻ പറ്റുന്നുള്ളൂ. ശരി, എന്തായാലും അവരോടൊന്ന് പറഞ്ഞത് നമ്മളെ 2 സ്ത്രീകൾ അപ്പുറത്ത് പോണ്ട് ഇങ്ങോട്ട് ഇറക്കാൻ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ വരെ ഇറക്കാൻ. അതിന് നടക്കുന്നില്ല, കയറ്റാൻ നടക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? ഇനി അവരവിടെ നിൽക്കും, അവരെ ഒന്ന് കൊണ്ടുവരണം. ശരി ചേട്ടാ. അവരെ കൊണ്ടുവന്നിട്ട് വേണം. ഇവിടെ വണ്ടി വെള്ളത്തിൽ മുങ്ങിയെന്ന് അറിയാൻ വന്നത്. എന്നാലും സേഫായിട്ട് പോകും ചേട്ടാ. എന്തായാലും അവർ പറയുന്നത് ഇനിയും ആൾക്കാർ അപ്പുറത്ത് അക്കരെ നിപ്പുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ ഓടുന്നത് ഒരു ബോട്ട് മാത്രമാണ്. അതിൽ കൂടുതൽ ആളുകളെ ഒരേ സമയം എത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് ആളുകളെ വീതം മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ ബോട്ടുകൾ എത്തിച്ച് വളരെ കാര്യക്ഷമമായിട്ട് കൂടുതൽ ഊർജിതമായിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഭക്ഷണം കൊണ്ടൊക്കെ അക്കരയ്ക്ക് പോകുന്ന ഒരു ചേട്ടനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ നിന്നും റാന്നി ടൗണിൽ നിന്നും ഭക്ഷണം വാങ്ങി അപ്പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അക്കരെ നിന്നും തുഴഞ്ഞു വരുന്ന നീന്തി വരുന്ന ആളുകളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ, അതായത് ഈ കരയോട് ചേർന്ന പ്രദേശത്ത് തന്നെ അരപ്പൊക്കം വെള്ളമുണ്ട്. അങ്ങോട്ടേക്ക് കഴുത്തറ്റത്തിന് മുകളിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ് അല്പം മുമ്പ് പ്രതികരിച്ച ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വ്യാപാര സ്ഥാപനങ്ങളിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി സാധന സാമഗ്രികളൊക്കെ നശിച്ചിട്ടുണ്ട്. അത് വസ്ത്രശാലകളുണ്ട്, മരുന്നുശാലകളുണ്ട്, ഒപ്പം ജ്വല്ലറികളടക്കം പൂർണ്ണമായിട്ടും വെള്ളം കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ നശിച്ചു എന്നുള്ളതാണ് രാവിലെ മുതൽ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, വെള്ളമുണ്ട്? മലയാളം അറിയില്ല. മലയാളം അറിയത്തില്ല. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയാണ് അക്കരെ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ തൊഴിൽ വരികയാണ് ഇക്കരെ. ഇത്രയും അധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടോ? അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്നും സ്ത്രീകളടക്കം ആ തലയേറ്റം വെള്ളത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച അദ്ദേഹം വ്യക്തമാക്കിയത്. എങ്ങനെയാണ് അവിടെ അധികൃതരുടെ ശ്രദ്ധ എത്തിപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ റാന്നി MLA അടക്കമുള്ള അധികൃതരാണ് ഇവിടെ ഉള്ളത്. റാന്നി MLAയും പത്തനംതിട്ട ജില്ലാ കളക്ടറും ഇവിടെ ഉണ്ട്. അവരൊക്കെ പറയുന്നതനുസരിച്ച് അവർ കൃത്യമായിട്ട് ഇതിനെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം ജനങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് തങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെയൊക്കെ അറിയിക്കണം, കൺട്രോൾ റൂമിൽ അറിയിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ജനങ്ങൾ പാനിക്കാവാതെ തന്നെ ഇതിനെ നേരിടേണ്ടതായിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ എത്തി രക്ഷാപ്രവർത്തകർ അവരെ രക്ഷിക്കും, കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്കുമെന്നുള്ളതാണ് ഈ ജനപ്രതിനിധികളും അധികൃതരും അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴും കൂടുതൽ ആളുകൾ അക്കരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ചേട്ടാ, നിങ്ങളിവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്? ഇവിടെ ഇങ്ങനെ മുമ്പ് സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ള 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും വെള്ളപ്പൊക്കം ആയിട്ടില്ല 2018. ഇത് എന്താ വെള്ളമുണ്ട്, എന്നാലും അവിടെ എല്ലാം ഒരാൾ വെള്ളത്തിൽ അവിടെ വരുന്നത്. ഇത് ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെ വെള്ളത്തിൽ? ഇവിടെ തന്നെ മന്ദിരമടി. വെള്ളത്തിൽ കയറി? ഇല്ല കയറിയിട്ടില്ല, അങ്ങോട്ടും വന്നിട്ടില്ല വെള്ളം. ശരി. ചേട്ടാ, എവിടെ? അടുത്തടുത്ത് 2018 ഇതിന് മുൻപ് ഇങ്ങനെ ഒരു സംഭവം അതായിരുന്നു ഭയങ്കര വെള്ളം. അത്ര എത്തിയിട്ടില്ല എങ്കിൽ പോലും ഉണ്ടല്ലേ? എനിക്ക് ഉണ്ട്. ശരി, എന്തായാലും 2018 അത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വലിയ വ്യാപാര സ്ഥാപനങ്ങളടക്കം